അപ്പോൾ ഇന്ത്യക്ക് ഇതുവരെ ഒളിമ്പിക്സിൽ എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്? 1896 തുടങ്ങിയ ആധുനിക ഒളിമ്പിക്സ്, അതിനുശേഷം എത്ര മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് കാണുന്നത്. 1900 നോർമൻ പ്രിച്ചാർഡ് നേടിയ 2 വെള്ളി മെഡലുകൾ മുതൽ തുടങ്ങുന്നു. നമുക്ക് ഓരോ ഇവൻറ്റും എടുത്തു നോക്കാം. അതിൽ ഇന്ത്യ ഏറ്റവും പ്രതാപം കാണിച്ചിട്ടുള്ളത് ഹോക്കിയിൽ തന്നെയാണ്. 8 സ്വർണ്ണ മെഡലുകൾ ഹോക്കിയിൽ ഇതിനോടകം നേടിയിട്ടുണ്ട്. 1 വെള്ളി മെഡൽ, അതുപോലെ തന്നെ 3 വെങ്കല മെഡലും ഹോക്കിയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ തുടങ്ങിയ സ്വർണ്ണവേട്ട, 1980 മോസ്കോയിലെ സ്വർണ്ണ നേട്ടം, അതിനുശേഷം വലിയ ഒരു മെഡൽ വരൾച്ചയായിരുന്നു. ശേഷം 41 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒരു വെങ്കല മെഡൽ കൂടി നേടി. അങ്ങനെ 12 മെഡലുകൾ ഹോക്കിയിൽ നിന്ന് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വർണം അവനോബ് ബിന്ദ്രയുടെ ഭാഗത്തു നിന്ന്, 2 വെള്ളി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, വിജയകുമാർ, അതുപോലെ തന്നെ 2 വെങ്കല മെഡലുകൾ. അത് മനു നേടിയ ഒരു വെങ്കല മെഡലും അതുപോലെ തന്നെ ഗഗൻ നിരഗ് നേടിയ മറ്റൊരു വെങ്കല മെഡലും. അങ്ങനെ 5 മെഡലുകൾ ഷൂട്ടിങ്ങിൽ നിന്ന് കിട്ടി. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ, വെള്ളി മെഡലും 1 സ്വർണ്ണ മെഡലുമാണുള്ളത്. അതിലൊരു സ്വർണ്ണം കഴിഞ്ഞ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ നേടിയ ഒരു സ്വർണ്ണ മെഡൽ. 2 വെള്ളി മെഡലുകൾ നോർമൻ പ്രിച്ചാർഡ് 1900 പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ നേടിയ 2 വെള്ളി മെഡലുകൾ. അങ്ങനെ 3 മെഡലുകൾ അത്ലറ്റിക്സിൽ നിന്ന്. ഇനി ഗുസ്തിയിലേക്ക് വരികയാണെങ്കിൽ 2 വെള്ളി മെഡലുകൾ ഗുസ്തിയിൽ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വെങ്കല മെഡലുകളും ഗുസ്തിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 1952 KD ജാദവിൽ നിന്ന് തുടങ്ങിയ ആ ഒരു നേട്ടമാണ് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് വരെ തുടരുകയും ചെയ്തു. അതിനുശേഷം ഗുസ്തി കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റണിൽ ഇന്ത്യക്ക് 3 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 1 വെള്ളി മെഡലാണ് 2016 PV സിന്ധു നേടിയ വെള്ളി മെഡൽ. 2 വെങ്കല മെഡലുകൾ, 1 സൈന നെഹ്വാൾ, 1 PV സിന്ധു, അങ്ങനെ 3 മെഡലുകൾ. ഇനി ഭാരോദ്വഹനത്തിലും 2 മെഡലുകളാണ്. 1 വെള്ളി മെഡൽ മീരാബായ് ചാനു കഴിഞ്ഞ തവണ നേടിയത്, 2000 കർണം മല്ലേശ്വരി നേടിയ വെങ്കല മെഡൽ മറ്റൊന്ന്, അങ്ങനെ 2 മെഡലുകൾ ഭാരോദ്വഹനത്തിൽ ലഭിച്ചു. ഇനി ബോക്സിംഗിൽ ഇന്ത്യക്ക് 3 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. 2008 വിജേന്ദർ സിംഗ് ബെയ്ജിങ്ങിൽ നേടിയ വെങ്കല മെഡൽ, അതിനുശേഷം 2012 മേരി കോം, കഴിഞ്ഞ തവണ ലവ്ലിന ബോർഗോഹെയ്ൻ, അങ്ങനെ 3 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ടെന്നീസിൽ ഇന്ത്യക്ക് മെഡൽ ലഭിച്ചത് 1 തവണയാണ്, ഒരു വെങ്കല മെഡൽ. അത് നേടിയത് മറ്റാരുമല്ല, ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം സാക്ഷാൽ ലിയാൻഡർ പേസ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ 1952 ശേഷം മെഡലില്ലാതെ നിന്ന, വ്യക്തിഗത ഇനത്തിൽ മെഡലില്ലാതെ നിന്ന ഇന്ത്യക്ക് ഒരു തുടക്കം ലഭിച്ചത് ലിയാൻഡർ പേസിൽ നിന്നാണ്. അത് 1996 അതിനുശേഷം ഇന്ത്യക്ക് ഇതുവരെ മെഡലില്ലാത്ത ഒരു ഒളിമ്പിക്സ് പോലും കടന്നുപോയിട്ടില്ല. അങ്ങനെ ആകെ ലഭിച്ച മെഡലുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 10 സ്വർണ്ണ മെഡലുകൾ, അതിൽ 8 ഹോക്കിയിൽ നിന്ന് വന്നതാണ്. 10 സ്വർണ്ണ മെഡലുകൾ അടക്കം 36 മെഡലുകൾ, 9 വെള്ളി 17 വെങ്കലം, ആകെ 36 മെഡലുകൾ ഇന്ത്യക്ക് ഇതുവരെ ഒളിമ്പിക്സിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഇത്തവണ എത്ര മെഡലാകും എന്നതാണ് ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ 7 മെഡലുകളാണ് ലഭിച്ചത്. ഇത്തവണ ഇരട്ടയാക്കത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളൊരു കാത്തിരിപ്പാണ് തുടക്കമിട്ട് കഴിഞ്ഞു. നാളെ 2 ഫൈനലുകൾ നടക്കാൻ പോവുകയാണ്. അത് ഷൂട്ടിങ്ങിലാണ്, അതുപോലെ തന്നെ എല്ലാ ഇവൻറ്റുകളിലും, ബാഡ്മിൻ്റണിലും ഗുസ്തിയിലും ഒക്കെ തന്നെയും ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. ബോക്സിങ്ങിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്, അമ്പെയ്ത്തിൽ പ്രതീക്ഷയുണ്ട്, ഷൂട്ടിങ്ങിൽ നിന്ന് ഇനിയും മെഡൽ വരുമെന്നുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഇരട്ടയക്കത്തിലേക്ക് എത്തുമോ? അത് നമുക്ക് ഓഗസ്റ്റ് 11 വരെ മത്സരങ്ങളുണ്ടല്ലോ, നമുക്ക് കാത്തിരിക്കാം. അത് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം.